ഹായ് കൂട്ടുകാർ, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഞാൻ ആദ്യമായിട്ടൊന്നുമല്ല, യൂട്യൂബിൽ നേരത്തെ ഞാൻ വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് മാത്സ് ആയിരുന്നു വിഷയം, എല്ലാവർക്കും അറിയാം മാത്സ് ആയിരുന്നു. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യണം, ഷെയർ ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടനൂടെ പ്രസ് ചെയ്യണം. അപ്പോൾ കമൻസും എനിക്ക് തരണേ. അപ്പോൾ ഇന്ന് മാത്സ് ആയിരുന്നു വിഷയം, എല്ലാവർക്കും അറിയാം. ഇതിനകത്ത് മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമുക്ക് മാത്സ് പഠിക്കാം. അപ്പോൾ പിന്നെ നമുക്കതിന് ഞാൻ ബോർഡിലാന്ന് നിങ്ങൾക്ക് എഴുതി തരിക. അപ്പം ഇന്ന് നമുക്ക് കണക്ക് കൂട്ടാനൊക്കെ പഠിച്ചു. അപ്പം നമുക്ക് ആ ടീച്ചർ പഠിപ്പിക്കാത്ത ഒരെണ്ണമാണ് ഞാനിത് പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. എന്ന് വെച്ചാൽ ഒരേ സംഖ്യ തന്നെ 1 മുതൽ 5 വരെയുള്ള, ഇപ്പം 321 1203 ഇത്രയും, ഇത് രണ്ടും കൂടെ കൂട്ടി ഒരേ സംഖ്യ. ഇപ്പം 4 ആണെങ്കിൽ അപ്പം 4 4 8, വീണ്ടും 4 4 8, 7 1 8, പിന്നെ 6 2 8. അങ്ങനെ നമുക്ക് വന്നൂടെ. അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവാമായിരിക്കും. എനിക്കെങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും നോക്കണം. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. അപ്പോൾ അങ്ങനെ ഡേറ്റ് എല്ലാം ഇട്ടിട്ടുണ്ട്, നിങ്ങൾ നോട്ട്ബുക്കിൽ വേണം എഴുതാൻ. ഇപ്പം നമുക്ക് തുടങ്ങുന്നതെന്ന് വെച്ചാൽ, ഇപ്പം 321 321 പ്ലസ് 123 ഓക്കെ. 3 എത്ര? 3 പ്ലസ് 1 എത്രയാണ്? 3 പ്ലസ് 1 അതെ 4 ആണ്. ഒരേ സംഖ്യ കിട്ടി. അപ്പം 2 2 എത്രയാണ്? 2 പ്ലസ് 2. യെസ്, കറക്റ്റ് ഉത്തരം. ഇപ്പം രണ്ടിടത്തും നമുക്ക് 44 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കൂടി ചെയ്യാം. വീണ്ടും 3 പ്ലസ് 1 എത്രയാണ്? 3 1 3 പ്ലസ് 1 അതെ, അതും 4 ആണ്. കണ്ടല്ലോ, ഒരേ സംഖ്യ കിട്ടി. ഒരേ സംഖ്യ തന്നെ കിട്ടിയതാണ് നമുക്കിത്, കേട്ടല്ലോ. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇപ്പൊ നമുക്ക് 1 മുതൽ 5 വരെ ഉള്ള സംഖ്യകൾ വെച്ചാണ് 1 മുതൽ 5 വരെ ഉള്ള സംഖ്യകൾ വെച്ചാണ് നമ്മൾ ചേർക്കുക. 1 മുതൽ 5 വരെ ഉള്ളത് മനസ്സിലായോ? 1 മുതൽ 5 വരെ ഉള്ള സംഖ്യ വെച്ചാണ് നമ്മൾ ഈ ഒരേ സംഖ്യ വെച്ച്, ഇപ്പം 2 2 3 1 3 1 അങ്ങനെയുള്ള സംഖ്യകൾ വെച്ചാണ് കാട്ടുന്നത്. എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു, മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ അടുത്തത് 432 പ്ലസ് 236. അപ്പൊ ഇത് ഇത്രയും സംഖ്യ വെച്ച് നമുക്ക് ഈ 4 2 3 3 2 2 4 2 4 2 3 3 2 6 ഇത്രയും സംഖ്യയിൽ 6 തന്നെ കിട്ടുമോ നോക്കാം. എല്ലാം 6. ഓക്കെ, അപ്പോൾ 2 പ്ലസ് 6 എത്രയാണ്? 2 പ്ലസ് 6 സോറി 2 പ്ലസ് 4 ആണേ. 2 പ്ലസ് 4 അറിയോ? 2 പ്ലസ് 4 എത്രയാണ്? 6. വെരി ഗുഡ്. 3 പ്ലസ് 3 3 3 എത്രയാണ്? അതെ 6 ആണ്. 6 അല്ലേ? 3 3 6. 3 പ്ലസ് 3 6 ആണല്ലേ. 4 2 എത്രയാണ്? 4 പ്ലസ് 2. എന്താണ്? അതെ, എല്ലാവർക്കും അറിയാം. എന്താണ്? 6.
ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് അടുത്തത് പഠിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാന്ന് എനിക്കറിയാം എന്ന് തോന്നുന്നു. ഓക്കെ, ഇത് വായിക്കട്ടെ. എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഓക്കെ, അടുത്ത നമ്മള് ഇനി നമുക്ക് മലയാളം പഠിക്കാം. ഒറ്റ സെക്കൻഡ്, ഞാൻ മലയാളത്തിന്റെ ടെസ്റ്റ് എടുത്തോണ്ട് വരട്ടെ. അപ്പൊ കൂട്ടുകാരെ, ഇന്നലത്തെ മലയാളം ക്ലാസ് ഒരു ചാപ്റ്റർ തുടങ്ങി. എന്തായിരുന്നു? എല്ലും മുറിയെ പണി ചെയ്താൽ. അതൊരു കവിതയാണ്. അതിന്റെ ബാക്കി മണ്ണിലെ നിധി. ആ പാഠം നിങ്ങളെല്ലാം വായിച്ചു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ വേണമെങ്കിൽ വായിച്ചു തരാം. വേണ്ട അല്ലേ? അപ്പോൾ നമുക്ക് ഈ എല്ലും മുറിയെ പണി ചെയ്താൽ ആ പാട്ടും നമുക്ക് വായിക്കാം. ഓക്കെ, എല്ലാം മുറിയെ ഇത് ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എല്ലാവരും മലയാളത്തിൽ ടെസ്റ്റ് ഒക്കെ എടുത്തല്ലോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. എല്ലാം മുറിയെ പണി ചെയ്താൽ മാരിമഴകൾ നനഞ്ചേ, ചെറുവയലുകളൊക്കെ നിറഞ്ചേ, പൂട്ടിയൊരുക്കി പറഞ്ചേ, ചെറുചാറുകൾ കെട്ടിയെറിഞ്ചേ, ഓമല ചന്തിലമാല ചെറു കണ്ണമ്മ കാളിക്കുറുമ്പി, വന്നു നിരന്നവർ നിന്നേ കിട്ടി ഞാറെല്ലാം കെട്ടി പകുത്തേ, ഒപ്പത്തിൽ നട്ടുകരേറേ നവർ കുത്തിയെടുത്തു കുനിഞ്ചേ, ഒപ്പത്തിൽ നട്ടുകരേറേ നവർ കുത്തിയെടുത്തു കുനിഞ്ചേ. എല്ലാവർക്കും ഇതറിയാലോ. അപ്പം നമുക്ക് ഇതങ്ങനെ പഠിപ്പിച്ചു തുടങ്ങിയിട്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇതിൽ നമുക്ക് ഇച്ചിരി പറയാം. ഓക്കെ, ഓക്കെ അപ്പം നമുക്ക് അപ്പം ഇത് മണ്ണിലെ നിധി എന്ന താഴത്തെ ഇത് നമ്മൾ പാഠം വായിച്ചെടുത്ത് അതിൻ്റെ താഴെ ഒരു ക്വസ്റ്റ്യൻ നാലെണ്ണം കൊടുത്തിട്ടുണ്ട്. കൃഷിക്കാരൻ്റെ മക്കളുടെ സ്വഭാവം എങ്ങനെയുള്ളതായിരുന്നു അറിയാവോ? ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഇതിനകത്ത് വലിയ സെൻറ്റൻസ് ആണ്. കൃഷിക്കാരൻ്റെ മക്കൾക്ക് കൃഷിയിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് നാട് ചുറ്റാനിറങ്ങും. കൂട്ടുകാരുമായി ചേർന്ന് സമയം ചെലവഴിക്കും. ഉച്ചയൂണിൻ്റെ സമയമാകുമ്പോൾ വീട്ടിൽ തിരിച്ചെത്തും. ഊണ് കഴിഞ്ഞ് വീണ്ടും കൂട്ടുകാരോടൊപ്പം പോകും. ഇങ്ങനെ അലസതയായി നടക്കാനായിരുന്നു വളർന്നത്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ. കർഷകന്റെ പറമ്പിൽ വിളവ് കുറഞ്ഞ കാരണം എന്ത്? കർഷകന് പ്രായമായി, ആരോഗ്യം കുറഞ്ഞു. അതോടെ അധ്വാനിക്കാൻ കഴിയത്തില്ല. കർഷകന്റെ മക്കൾക്ക് കൃഷിയിൽ താല്പര്യമില്ല. പറമ്പിൽ ആരും അധ്വാനിക്കാതായി. തോട്ടം വിളവ് കുറഞ്ഞു. അപ്പം ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അടുത്ത ക്ലാസ് ഞാൻ ബാക്കി പഠിപ്പിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം. അതുവരേക്കും എൻ്റെ ഫ്രണ്ട്സിന് താങ്ക് യു. നിങ്ങളിത് കേൾക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്സ് അയയ്ക്കുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടനോട് പ്രസ് ചെയ്യുക. താങ്ക് യു, ബൈ. അതുവരേക്കും ബൈ.